y less than -2. y less than -2 0 0 കൊടുത്താൽ എന്ത് വരും ഗ്രേസേ? y less than -2 0 0 കൊടുക്കുക. അറിയില്ല സർ. അറിയാൻ പാകത്തിനൊന്നും ഇല്ലപ്പോൾ ഇതിനകത്ത് അറിയാൻ പാകത്തിനൊന്നും ഇല്ല കേട്ടോ. എന്ത് വരും കൃഷ്ണന്റെ? 0 equal to y അല്ല -2. 0 equal to എന്നോ? അതെവിടെ നിന്നാ? അല്ല 0 ലെസ് ദാൻ -2. 0 ഇവിടെ y മാത്രമേ ഉള്ളൂ. y x ഉണ്ടെങ്കിൽ x-ന് 0 കൊടുക്കണം. x ഉണ്ടെങ്കിൽ x-ന് 0 കൊടുക്കുക. y എങ്കിൽ y-ക്ക് 0 കൊടുക്കുക. അതിന് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ y മാത്രമേ ഉള്ളൂ. y മാത്രം ഉള്ളപ്പോൾ y-ക്ക് 0 കൊടുത്തു. y മാത്രം ഉള്ളതുകൊണ്ട് y-ക്ക് 0 കൊടുത്തു. 0 ലെസ് ദാൻ -2 ട്രൂ ഓർ ഫാൾസ്? 0 കൃഷ്ണന്റെ 0 ലെസ് ദാൻ -2 ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. അപ്പൊ 0 0 കൊടുത്തപ്പോൾ ഫാൾസ് ആണ്. 0 0 കൊടുത്തപ്പോൾ ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ 0 0 വരുന്ന പോയിന്റ് വരില്ല, അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന പോയിന്റ് വരും. അതാണ് ഇപ്പൊ നമ്മൾ ഷെയ്ഡ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ നോക്കണമെന്നില്ല. ഈ ഒറ്റ വേരിയബിൾ ഉള്ളെങ്കിൽ y ലെസ് ദാൻ -2 y ലെസ് ദാൻ -2 എന്ന് പറഞ്ഞാൽ y യുടെ വാല്യൂ -2ന്റെ താഴത്തേക്ക്. അപ്പൊ താഴത്തേക്കായിരിക്കും റീജിയൻ. -2ന്റെ മുകളിലേക്കാണെങ്കിൽ മുകളിലേക്കാണ്. മാർക്ക് ചെയ്തോളുക കേട്ടോ. മാർക്ക് ചെയ്തോളുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. പോയിന്റ് കൊടുത്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പോയിന്റ് കൊടുക്കാതെയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതികൾ ചെയ്തോളുക. y ലെസ് ദാൻ -2 വൈയുടെ വാല്യൂ -2ന്റെ താഴത്തേക്ക് വരണം. -2ന്റെ താഴത്തേക്കാണ് -3 -4 ഒക്കെ. പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്ത് x ഗ്രേറ്റർ ദാൻ -3. 10 x ഗ്രേറ്റർ ദാൻ -3 ആക്സസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. x ഗ്രേറ്റർ ദാൻ -3 എങ്ങനെ വരയ്ക്കും വർഷാതെ നമ്മളിത്? y ആക്സിസിന് പാരലൽ ആയിട്ട് ആദ്യം ഏത് വരയ്ക്കണം? ഏത് വരയ്ക്കണോടാ? ആദ്യം x equal to -3 x equal to -3 x equal to -3 വരയ്ക്കണം. ശരി, വരയ്ക്കാം. x equal to -3 ഇത് x ആക്സിസ്, y ആക്സിസ്. x 1 2 3 എവിടെ വരയ്ക്കണം? -1 -2 -3 എവിടെ വരയ്ക്കണം വർഷാതെ? ഏത് ആക്സിസിലാ? x ആക്സിസിന് x ആക്സിസിലെ -3 എങ്ങനെ വരയ്ക്കണം? y-ക്ക് പാരലൽ ആയിട്ട്. y-ക്ക് പാരലൽ ആയിട്ട്. ഓക്കെ. x equal to a constant parallel to y axis. y ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കണം. y ആക്സിസിന് പാരലൽ ആയിട്ട് x equal to -3 ലൂടെ വരയ്ക്കണം. x equal to -3 ലൂടെ y ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കണം. ഡോട്ടഡ് വരയ്ക്കണോ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണോ? ഡോട്ടഡ് വരയ്ക്കണം. ലെസ് ദാനേ ഉള്ളൂ, അപ്പോൾ ഡോട്ടഡ് വരയ്ക്കുക. ഇനി ഇതിന്റെ ഏത് സൈഡാണെന്നാണ് നമുക്ക് വേണ്ടത് കേട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ -3 ആണ്. എല്ലാവരും ആലോചിച്ച് നോക്കിയിട്ട് മാർക്ക് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ആലോചിച്ച് നോക്കിയിട്ട് തന്നെ മാർക്ക് ചെയ്ത്. എക്സ് ഗ്രേറ്റർ ദാൻ -3 എക്സിന്റെ വാല്യൂ -3യേക്കാൾ വലുതാവണം. അപ്പോൾ നമ്മളിപ്പോ വരച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈന്റെ വലതുവശത്തേക്ക് വേണോ ഇടതുവശത്തേക്ക് വേണോ ആലോചിച്ച് നോക്കിയിട്ട് ഷെയ്ഡ് ചെയ്യുക. എക്സ് ഗ്രേറ്റർ ദാൻ -3 എക്സ് -3യേക്കാൾ കൂടുതലാണ്. എക്സ് ഗ്രേറ്റർ ദാൻ -3. അനന്തു പി എം എ എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? എക്സ് ഗ്രേറ്റർ ദാൻ -3 എന്ന് പറയുമ്പോൾ വലത്തോട്ട്. എക്സിന്റെ വാല്യൂ വലത്തോട്ടാണ് കൂടുന്നത്. എക്സിന്റെ വാല്യൂ വലത്തോട്ട് കൂടും, എക്സിന്റെ വാല്യൂ ഇടത്തോട്ട് കുറയും. വൈയുടെ വാല്യൂ ആണെങ്കിൽ മുകളിലേക്ക് പോകുന്തോറും കൂടും, താഴത്തേക്ക് പോകുന്തോറും കുറയും. വലത്തോട്ട്. എക്സ് ഗ്രേറ്റർ ദാൻ -3. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. എല്ലാരും വരച്ച കറക്റ്റ് ആണോ? കറക്റ്റ് ആയിട്ട് വരച്ചതെന്ന് കൈവയ്ക്ക്. ശരി, ഓക്കെ.
ആക്സിസ് കഴിഞ്ഞു കേട്ടോ. അടുത്ത ഹെഡിങ് കൊടുത്തുള്ളുക, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഇൻ ടു വേരിയബിൾസ്. സൊല്യൂഷൻ ഓഫ് system of linear inequalities in two variables. Solution of system of linear inequalities in two variables. Solution of system of linear inequalities into variable. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ഹന്ന? വൺ വേരിയബിൾ ഉള്ളത് പഠിച്ചായിരുന്നു. വൺ വേരിയബിൾ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതോ? ടു വേരിയബിൾ ഉള്ളതും പഠിച്ചായിരുന്നു. ഗ്രാഫ് സോൾവ് ചെയ്യാൻ. ഗ്രാഫ് വരച്ച് സോൾവ് ചെയ്തു, രണ്ട് വേരിയബിൾ. അപ്പൊ ഇപ്പൊ എഴുതിയേക്കണ എന്താ ഹെഡിങ്? സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. സൊല്യൂഷൻ നമ്മൾ വൺ വേരിയബിളിന്റെ സൊല്യൂഷൻ മാത്രമല്ലേ പഠിച്ചത്? അല്ല ഇപ്പൊ വരച്ചേക്കണേക്ക് എന്നതാ പിന്നെ? അത് ശരിയാലോ. ഇപ്പൊ വരച്ചേക്കണ മുഴുവൻ സൊല്യൂഷൻ ആട്ടോ. ഇപ്പൊ ലാസ്റ്റ് ഫിഗറിനകത്ത് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെയുള്ള ഏത് പോയിന്റ് എടുത്താലും സൊല്യൂഷൻ എന്നർത്ഥം കേട്ടോ. ഈ ഷെയ്ഡ് ചേർക്കണ സൊല്യൂഷൻ, അത് ഈ പോയിന്റ് എടുത്താൽ സൊല്യൂഷനാ, ഇതൊരു സൊല്യൂഷനാ, ഇവിടെ സൊല്യൂഷൻ, ഇത് സൊല്യൂഷൻ കേട്ടോ. സകലമാന പോയിന്റുകളും സൊല്യൂഷൻ എന്നർത്ഥം. ഈ വരച്ചേക്കണതെല്ലാം സൊല്യൂഷൻ ആണ്. ഇതില് ഒരു ഇനിക്വാളിറ്റി വെച്ചുള്ളതാണ് പഠിച്ചത്. ഇനി വരുന്ന ഗ്രാഫിൽ ഇപ്പൊ രണ്ട് ഇനിക്വാളിറ്റി ഒക്കെ വെച്ചുള്ള ഗ്രാഫ് ആയിരിക്കും, അതല്ലേ? അതാണ് വ്യത്യാസം. ഇപ്പൊ നമ്മള് ഒരു ഇൻഇക്വാളിറ്റി ഉള്ളതാണ് വരച്ചത്. ഒരു ഇൻഇക്വാളിറ്റിയുടെ സൊല്യൂഷൻ ആണ് നമ്മൾ പഠിച്ചത്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ അധികം ഇക്വേഷൻ എന്നാണ് അർത്ഥം കേട്ടോ. സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നാൽ ഗ്രൂപ്പ് ഓഫ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ സിസ്റ്റം ഓഫ് ഇൻഇക്വാളിറ്റി ആയപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഇക്വാളിറ്റി, ഒന്നിൽ അധികം ഇൻഇക്വാളിറ്റി വരും. 2, 3, 4, 5 ഒക്കെ ഇൻഇക്വാളിറ്റീസ് വരും. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചത് ഒരു ഇൻഇക്വാളിറ്റി മാത്രമാണെങ്കിൽ എന്താണ് സൊല്യൂഷൻ ഗ്രാഫ് വരച്ചിട്ട് ഒരു റീജിയൻ ആയിരിക്കും സൊല്യൂഷൻ. ഇനിയുള്ളതിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയുള്ളതിലും ഒരു റീജിയൻ തന്നെയാണ് സൊല്യൂഷൻ. ആ റീജിയൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ തൽക്കാലം ഇവിടെ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓഫ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ഇൻഇക്വാലിറ്റീസ് ട്ടോ. ഒന്നിൽ അധികം ഇൻഇക്വാളിറ്റി എന്നാണ് അർത്ഥം. സിസ്റ്റം ഓഫ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിൽ അധികം ഇൻഇക്വാളിറ്റി. ഞാൻ ചോദിക്കട്ടെ, ആദ്യം നമ്മൾ എല്ലായിടത്തും പറഞ്ഞ പോലെ തന്നെ ഇക്വാളിറ്റിയിലേക്ക് തന്നെ ഞാൻ വരുന്നു കേട്ടോ. x + y = 5, 2x + 3y = 13. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് സിസ്റ്റം രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒന്നിലധികം ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം എന്ന് പറയാം. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണിത്. എങ്ങനെയാ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യണത്? അല്ലെങ്കിൽ എന്റെ സൊല്യൂഷൻ എനിക്ക് സോൾവ് ചെയ്യണം എങ്ങനെയാണെന്ന് പറയണമെന്നില്ല കേട്ടോ. സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു തന്നാലും മതി. കേട്ടില്ല മിന? എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം. പല മാർഗങ്ങളുണ്ട് കേട്ടോ. എലിമിനേഷൻ മെത്തേഡ് വെച്ചുകൊണ്ട് ചെയ്യാം. ശരി, നമുക്ക് കണ്ടുപിടിക്കാം ഏതായാലും തൽക്കാലം സൊല്യൂഷൻ. എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാന്ന് പറഞ്ഞു. എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞോ അമിന? എന്താ എലിമിനേഷൻ മെത്തേഡ്? മൈനസോ പ്ലസോ കൊടുത്ത് മൈനസോ പ്ലസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഏതെങ്കിലും ഒരു ടീമിന്റെ കോഎഫിഷ്യന്റ് ഒരുപോലെ ആക്കണം. എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിളിനെ കളയുക എന്നാ. ഒന്നുകിൽ എക്സിനെ കളയുക അല്ലെങ്കിൽ വൈനെ കളയുക. അതാണ് എലിമിനേഷൻ. ഒരു വേരിയബിളിനെ കളയണം. ഒരു വേരിയബിളിനെ കളയാനായിട്ട് ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ഇക്വേഷൻ 1 കൊടുക്കാം. 1, 2 ഇനി പറഞ്ഞോ. ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് വരും? 2x + 2y = 10 എന്നാവും. ഇക്വേഷൻ 2 അതുപോലെ എഴുതും. ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 2x ആയി. രണ്ടാമത്തെ ഇക്വേഷൻ 2x + 3y = 13 ആയി. ഇപ്പൊ രണ്ടിലും എക്സിന്റെ ടേം ഒരുപോലെ ആയിട്ടോ. രണ്ടിലും എക്സിന്റെ ടേം 2x എന്നാണ് വന്നിരിക്കുന്നത്.
ഇനി നമുക്ക് ആ എക്സിന്റെ ടേമിനെ കളയാം. കളയാനായിട്ടുള്ള മാർഗം എന്താണ്? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുന്നു. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2x-ൽ നിന്ന് 2x പോയാൽ 0. അടുത്തതോ 2y-ൽ നിന്ന് 3y പോയാൽ -y എന്ന് കിട്ടും. 2x-ൽ നിന്ന് 2x പോയാൽ 0 വരും. 2y - 3y -y. 10 - 13 -3. -y equal to -3. therefore y equal to 3 എന്ന് കിട്ടും. y-യുടെ വാല്യൂ 3 ആണ്. ഇനി നമുക്ക് x-ന്റെ വാല്യൂ കിട്ടണം. x-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താ മാർഗം? x-ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എലിസബത്തെ? y-യുടെ വാല്യൂ കിട്ടി. ഇനി x-ന്റെ വാല്യൂ അറിയില്ല. അറിയില്ല. ഇതൊക്കെ പഠിച്ചിരിക്കുന്നതാണല്ലോ സ്കൂളില്. എന്ത് ചെയ്യും തോമസേ? അറിയില്ല സാർ. അറിയില്ല. കൃഷ്ണാന്തേ? എക്സിന്റെ വാല്യൂലോട്ട് വൈന്റെ വാല്യൂ ഇടും, ക്വസ്റ്റ്യനിലേക്ക് വൈക്ക് വാല്യൂ ഇടും. എക്സിന്റെ അല്ല, ക്വസ്റ്റ്യനിലേക്ക് വൈയുടെ വാല്യൂ ഇട്ട് ചെയ്യും. ശരി, ക്വസ്റ്റ്യനിലേക്ക് പറഞ്ഞോ. ഏത് ഇക്വേഷൻ? ഏതെങ്കിലും ഇക്വേഷൻ കൊടുത്താൽ മതി. ഇക്വേഷൻ 1 കൊടുത്തേക്കാം ഞാൻ തൽക്കാലം. ഇക്വേഷൻ 1 കൊടുത്താൽ ഇക്വേഷൻ 1-നകത്ത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു y3 എന്ന് കിട്ടിയിട്ടോ. എക്സ് പ്ലസ് y3 ആണ്. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 5. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 - 3 ഈക്വൽ ടു 2 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 3. ഇത് എഴുതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇതല്ല ചെയ്യാനുള്ളത്. എക്സ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 3. ഇത് സൊല്യൂഷൻ ആണോ? എങ്ങനെ വെരിഫൈ ചെയ്യാം നമുക്ക്? ഇത് സൊല്യൂഷൻ ആണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താം എമിനെ? എക്സ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 3. എന്തോ ഇത് ആഡ് ചെയ്യുമ്പോ ആൻസർ കിട്ടണ്ടോ നോക്കുമ്പോഴല്ലേ ആഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടണം നോക്കണം. നോക്കാന്ന് പറഞ്ഞാൽ ഇച്ചൂടെ ഒന്ന് വ്യക്തമാവുന്ന രീതിയിൽ പറയാമോ? എക്സും വൈയും കൂടെ കൂട്ടുമ്പോ നമുക്ക് സൊല്യൂഷൻ തന്നേക്കണത് കിട്ടണ്ടോന്ന് ചെക്ക് ചെയ്യുമ്പോഴല്ലേ? എക്സും വൈയും കൂട്ടുമ്പോൾ 5 കിട്ടണമെന്നാണ്. അത്രയും ചെക്ക് ചെയ്താൽ മതിയോ? ശരിയായോ? രണ്ടാമത്തെ ഇക്വേഷനിൽ നോക്കണം. രണ്ടും നോക്കണ്ടേ? നോക്കണം. ഒരെണ്ണം നോക്കിയാൽ മതി. എനിക്ക് എക്സിന് 1, വൈക്ക് 4 എന്ന് കൊടുക്കാം. മറ്റേ രണ്ടാമത്തെ ഇക്വേഷനും 2ഉം 3ഉം ഇട്ടിട്ട് നമുക്ക് 13 കിട്ടണ്ടോന്ന് നോക്കണം. ശരി, രണ്ട് ഇക്വേഷനിൽ നോക്കണം. രണ്ടാമത്തെ 2ഉം 3ഉം കൊടുക്കുമ്പോൾ ശരി. ഒന്നാമത്തെ ശരിയാവല്ലോ. 2 + 3 5. രണ്ടാമത്തേലോ 2 × 2 4. 4 + 3 × 9. ശരിയല്ലേ? അപ്പോൾ രണ്ട് ഇക്വേഷനിലും ഈ എക്സിന്റെയും വൈയുടെയും വാല്യൂ കൊടുക്കുമ്പോൾ രണ്ട് ഇക്വേഷനും ട്രൂ ആകണം. എന്നാലല്ലേ അത് സൊല്യൂഷൻ ആവുള്ളൂ. രണ്ട് ഇക്വേഷനും ട്രൂ ആയാലേ സൊല്യൂഷൻ ആവുള്ളൂ. അപ്പൊ നമ്മുടെ ഇൻഇക്വാളിറ്റിക്കകത്തും അതുപോലെ തന്നെയാട്ടോ പിള്ളേരെ വരുന്നത്. അത് പറയാൻ വേണ്ടി ഞാനിത് കാണിച്ചു എന്നുള്ളൂ. ഇപ്പൊ 3 ഇക്വേഷൻ ഉണ്ടായിരുന്നെങ്കിൽ 3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വേരിയബിൾസിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ 3 ഇക്വേഷനും ട്രൂ ആകും. ഒരു സെക്കൻഡ് കേട്ടോ മക്കളെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് മക്കളെ.
ഒരു ചെറിയ പ്രശ്നം പറ്റിയതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ സൊല്യൂഷൻ കണ്ടുപിടിച്ചായിരുന്നു. സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് 2 ഇക്വേഷനിലും കറക്റ്റ് ആവണം. 3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ 3 ഇക്വേഷനിലും കറക്റ്റ് ആവണം. അപ്പൊ നമ്മൾ ഇനി ഇൻഇക്വാളിറ്റിയുടെ കേസിലേക്ക് വരും കേട്ടോ. ഇൻഇക്വാളിറ്റിയുടെ കേസിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒന്നിൽ അധികം ഇൻഇക്വാളിറ്റി ഉണ്ടാവും. ഒന്നിലധികം ഇൻഇക്വാളിറ്റി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ എല്ലാ ഇൻഇക്വാളിറ്റിക്കും കറക്റ്റ് ആകണം. എല്ലാ ഇൻഇക്വാളിറ്റിക്കും കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് സൊല്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാ ഇൻഇക്വാളിറ്റിക്കും കറക്റ്റ് ആകാനായിട്ട് അതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം അത് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. മെത്തേഡ് എഴുതിക്കോ. വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്തോളുക. ആദ്യം തന്നെ എഴുതിക്കുക മക്കളെ. ടു സോൾവ് system of linear inequalities in 2 variables. To solve system of linear inequalities in 2 variables. Method എഴുതിക്കോട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. To solve system of linear inequalities in 2 variables, comma, first step കേട്ടോ. Number 1. Corresponding to each inequality of the system, draw a straight line. Corresponding to each inequality of the system, draw a straight line and mark the corresponding to each inequality of the system, draw a straight line and mark the half plane represented by them. Corresponding to each inequality of the system, draw a straight line and mark the half plane represented by them. രണ്ടാമത്തെ സ്റ്റെപ്പ്. Shade the region common to all half planes. Shade the region common to all half planes. Shade the region common to all half planes. The shaded region is the solution of the system of linear inequalities. The shaded region is the solution of the system of linear inequalities. Shaded region is the solution of the system of linear inequalities. ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോളൂ കേട്ടോ. ആ ക്വസ്റ്റ്യനിലൂടെ ഞാൻ ആ മെത്തേഡ് എന്താണെന്ന് പറയാം. വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കേ. 3x സോൾവ് ചെയ്യാനുണ്ടോ? സോൾവ് 3x plus 2y less than or equal to 12, comma x greater than or equal to 1, comma y greater than or equal to 2. Solve 3x plus 2y less than or equal to 12, x greater than or equal to 1, y greater than or equal to 2. ഓക്കെ, ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ കണ്ടിരുന്നാൽ മാത്രം മതി. എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നാൽ മാത്രം മതി. കണ്ടിരുന്നോളുക. കഴിഞ്ഞിട്ട് നമുക്ക് വരയ്ക്കാം. വരയ്ക്കുമ്പോൾ സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം. ദെൻ നമുക്കിവിടെ 3 ഇൻഇക്വാളിറ്റി തന്നിട്ടുണ്ട് കേട്ടോ. 3 ഇൻഇക്വാളിറ്റി ഉണ്ട്. ഒന്നാമത്തേത് 3x plus 2y less than or equal to 12. രണ്ടാമത്തേത് x greater than or equal to 1. മൂന്നാമത്തേത് y greater than or equal to 2. ഈ 3 ഇൻഇക്വാളിറ്റിക്കും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മെത്തേഡ് എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് ഇടയ്ക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത്, സാധാരണ കഴിഞ്ഞ എക്സസൈസിനകത്ത് നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻ 3 ആയിട്ടാണ് വരച്ചേക്കണം കേട്ടോ. ഈ 3 ക്വസ്റ്റ്യനും 3 ആയിട്ടാണ്, ഈ സെയിം അല്ല കേട്ടോ. 3 ക്വസ്റ്റ്യൻ 3 ആയിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്.
പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ ഗ്രാഫിൽ തന്നെ നമ്മൾ ഈ 3ഉം വരയ്ക്കണം. ഒറ്റ ഗ്രാഫിൽ തന്നെ 3ഉം വരയ്ക്കണം. ഓക്കെ, വരയ്ക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? നമുക്ക് ഇൻഇക്വാലിറ്റീസ് ആണ് തന്നേക്കണത്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് മാഹിനെ? ഇൻഇക്വാലിറ്റി വരയ്ക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഇക്വാളിറ്റി ആക്കണം കേട്ടോ. നിങ്ങൾ എഴുതേണ്ട കണ്ടിരുന്നതായിട്ട് പിള്ളേരെ, ആദ്യം 3x + 2y = 12 ഇക്വാളിറ്റി ആക്കി. രണ്ടാമത്തേത് x = 1. മൂന്നാമത്തേത് y = 2. ഞാൻ 3നെയും ഇക്വാളിറ്റി ആക്കി എഴുതി. ഇൻഇക്വാളിറ്റി മാറ്റിയിട്ട് 3ഉം ഇക്വാളിറ്റി ആക്കി. ഇനി നമുക്ക് 3ഉം വരയ്ക്കാനുള്ളതാണ് കേട്ടോ. 3ഉം വരയ്ക്കാനുള്ളതാണ്. ആദ്യത്തേത് വരയ്ക്കാനായിട്ട് പോയിന്റ്സ് വേണം. ഗൗരി, ആദ്യത്തെ ലൈൻ വരയ്ക്കാൻ ആവശ്യമായ പോയിന്റ്സ് എന്ന് പറഞ്ഞു തന്നെ. x 0 ആയിട്ട് എടുക്കുമ്പോൾ y = 6 വരും. y = 6. x ന് 0 പിന്നെ 2y = 12. 2y = 12, y = 6 ആണ്. ശരി, അടുത്ത പോയിന്റ് 0 ആയിട്ട് എടുക്കണം. അപ്പോൾ y = 0 ആയിട്ട് കൊടുത്താൽ x = 4 വരും. 3x = 12 വരും, x = 4 വരും. x = 0, y = 6, x = 4, y = 0. ഇനി x = 1ഉം y = 2ഉം വരയ്ക്കാൻ നമുക്ക് പോയിന്റ്സിന്റെ ആവശ്യമില്ലല്ലോ. ഒറ്റ വേരിയബിൾ ഉള്ളെങ്കിൽ വരയ്ക്കാൻ പോയിന്റ് വേണ്ടല്ലോ. അല്ലാണ്ട് നമുക്ക് വരയ്ക്കാൻ അറിയാലോ. അതിനുള്ള പോയിന്റിന്റെ ആവശ്യമില്ല. പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. നമുക്ക് നോക്കിയിട്ട് വരച്ചാൽ മതി. വരയ്ക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളെ മതി കേട്ടോ. നമുക്കിനി ഈ 3ഉം കൂടി നമ്മൾ ഒറ്റ ലൈനിൽ വരയ്ക്കുകയാണ്. ഒറ്റ ലൈനിൽ ഹസ്നാനുജീബെ ഇച്ചിരി കഴിഞ്ഞിട്ട് വരയ്ക്കാം കേട്ടോ. 3ഉം കൂടി നമ്മൾ ഒറ്റ ഗ്രാഫിൽ വരയ്ക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാം. x ആക്സിസ്, y ആക്സിസ്, ഇവിടെ 3ലും. ഇവിടെ ഇപ്പൊ നിലവിൽ ഒരെണ്ണത്തിനാണ് കേട്ടോ ലൈൻ വരയ്ക്കാൻ പോയിന്റ്സ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിനാണ്. ചില ക്വസ്റ്റിനകത്ത് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ 2ലും 3ലും ഒക്കെ പോയിന്റ്സ് നമുക്ക് വേണ്ടി വരും. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ട് എല്ലാം കൂടെയും വരയ്ക്കാൻ സാധിക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ പോയിന്റ്സ് കൊടുക്കാനായിട്ട്. ഒരെണ്ണത്തിൽ 6 വരെ ഉണ്ട്, ഒരെണ്ണത്തിൽ 10 വരെ ഉണ്ട്, ഒരെണ്ണത്തിൽ 8 വരെ ആണെങ്കിൽ 10 വരെ പോയിന്റ്സ് കൊടുക്കണം. എന്നാലേ നമുക്ക് എല്ലാം കൂടെ വരയ്ക്കാൻ പറ്റുള്ളൂ. ആ വരയ്ക്കുന്ന ഇപ്പൊ 3ഓ 4ഓ ലൈൻ ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടെ വരയ്ക്കാൻ പാകത്തിനുള്ള രീതിയിൽ വേണം പോയിന്റ്സ് കൊടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ തൽക്കാലം ഒരെണ്ണം ഉള്ളൂ, ബാക്കി രണ്ടും പാരലൽ ലൈൻസ് ആണ്. നോക്കാം. എക്സിന് 1 2 3 4 5 6 1 2 3 ചെറുതായിട്ട് എഴുതിയാൽ മതി കേട്ടോ. 4 5 6 മുകളിലേക്ക് y 1 2 3 4 5 നെഗറ്റീവ് -1 -2 ആവശ്യമുള്ളതൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഞാനിവിടെ എഴുതി വെച്ചെന്നുള്ളൂ. -1 ആവശ്യമുള്ളിടത്തോളം നിർബന്ധമായിട്ടും വേണം. ഇവിടെ പോയിന്റ്സ് ഒന്ന് പറഞ്ഞു തന്നെ. ആദ്യത്തെ പോയിന്റ് ഏതാ ഏഞ്ചല്? ആദ്യത്തെ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യാം? എവിടെ മാർക്ക് ചെയ്യാം? 0 6 0 6 y 6 ആണ്. x 0. അപ്പൊ ഞാനത് y ആക്സിസിൽ 6ല് y ആക്സിസിൽ 6ല്. ഓക്കെ, y ആക്സിസിൽ 6ൽ മാർക്ക് ചെയ്യണം. അടുത്ത 4 0യോ? x ആക്സിസിലെ 4ല്. x ആക്സിസിലെ 4ല് 2 പോയിന്റ് മാർക്ക് ചെയ്തു കേട്ടോ. ഇനി ഇവ തമ്മിൽ യോജിപ്പിക്കണം. യോജിപ്പിക്കുമ്പോൾ ഡോട്ടഡ് ലൈൻ വേണോ സ്ട്രെയിറ്റ് ലൈൻ വേണോ? ഏത് വെച്ച് ഞാൻ വരയ്ക്കണം? ഡോട്ടഡ് വേണോ സ്ട്രെയിറ്റ് ലൈൻ വേണോ? സന? സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ. കാരണം എന്തുകൊണ്ടാ സന? ഗ്രീറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കണം കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് തന്നെ വരയ്ക്കണം കേട്ടോ. സ്കെയിലൊക്കെ വെച്ച് തന്നെ വരയ്ക്കണം. എക്സ്റ്റെൻഡ് ചെയ്ത് വിട്ടേക്കണം. ലൈൻ ഇൻഫിനിറ്റ് ലെങ്ത് ആണ്. ഇൻഫിനിറ്റ് ലെങ്ത്. ഓക്കെ, ലൈൻ വരച്ചു. അപ്പൊ ആദ്യത്തെ മാത്രം കേട്ടോ. 3നും ആവശ്യമായ പോയിന്റുകളെ കാര്യങ്ങളെ കണ്ടുപിടിക്കുക. ആദ്യത്തെ ലൈൻ വരച്ചു. ഇനി ആദ്യത്തെ ലൈൻ വരച്ചിട്ട് അതിന്റെ റീജിയൻ നമുക്ക് മാർക്ക് ചെയ്യണം. റീജിയൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ വരച്ചിരിക്കുന്ന ലൈനിന്റെ താഴത്തേക്കാണോ മുകളിലേക്കാണോ? നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരുന്ന ആ സെയിം പ്രോസസ് ആണ് കേട്ടോ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു ചെറിയ കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. പ്രോസസ്സിനൊന്നും വ്യത്യാസമില്ല. ഈ ലൈനിന്റെ താഴത്തേക്കാണോ മുകളിലേക്കാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം.
എങ്ങനെ ചെക്ക് ചെയ്യാം ദുൽഫിഖറെ? 0 0 അത് മറ്റേ ആ. 3x + 2y 0 0 കൊടുക്കണം. എവിടെ കൊടുക്കണം 0 0? x-നും y-ക്കും എവിടെയാണ് കൊടുക്കണ്ടേ? ഇക്വാളിറ്റിയിലാണോ ഇൻഇക്വാളിറ്റിയിലാണോ? ഇൻഇക്വാലിറ്റിയിൽ. ഇൻഇക്വാളിറ്റി കൊടുക്കണം കേട്ടോ. ഇക്വാളിറ്റി കൊടുത്താൽ ശരിയാവില്ല. 2x + 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞ് എന്ത് വരും? 0 0 + 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ട്രൂ അല്ലേ? ട്രൂ. ട്രൂ ആണ്. അപ്പൊ എങ്ങോട്ട് വരും റീജിയൻ? അതിലേക്ക് അടിയിലേക്ക് 0 0യുടെ അടുത്തേക്ക് വരും. 0 0 അടുത്തേക്ക്. ഇവിടെ ഉണ്ടല്ലോ മക്കളെ, ഷെയ്ഡ് ചെയ്യരുത്. ഷെയ്ഡ് ചെയ്യാൻ വരട്ടെ കേട്ടോ. അവസാനമേ നമ്മൾ ഷെയ്ഡ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു ലൈൻ മാത്രമല്ല ഉള്ളൂ, 3 ലൈൻ വരയ്ക്കണം. 3 ലൈൻ വരച്ചിട്ട് കോമൺ ആയിട്ട് വരുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ ഷെയ്ഡ് ചെയ്യില്ല, പകരം നമ്മളൊരു കാര്യം ചെയ്യും. ഇതിന്റെ താഴത്തേക്കാന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ താഴത്തേക്ക് ആരോ മാർക്സ് വെച്ച് സൂചിപ്പിക്കും കേട്ടോ. ഷെയ്ഡ് ചെയ്യില്ല. അതെങ്ങനെ താഴത്തേക്കാണെന്ന് നമുക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് ആരോ മാർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തേക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ആരോ മാർക്ക് കൊടുത്തു വെച്ചേക്കുക. നമുക്കിത് ബാക്കിയൊക്കെ ഇങ്ങോട്ട് എവിടെയാ വന്നേന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒന്നിലധികം ആരോ മാർക്സ് കൊടുത്തു വെച്ചേക്കുന്നത്. താഴത്തേക്ക് ഷെയ്ഡ് ചെയ്യരുത്. നമുക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാക്കണം, ഈ വരച്ചിരിക്കുന്ന ലൈനിന്റെ താഴത്തേക്കാണ് സൊല്യൂഷൻ എന്ന് കേട്ടോ. ഈ വരച്ചിരിക്കുന്ന ലൈനിന്റെ താഴത്തേക്കാണ് സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് കുറെ ആരോ മാർക്കിങ്ങിന് കൊടുത്തു വെച്ചു. ഇത്ര ഓക്കെ ആണോ? ആദ്യത്തെ ലൈൻ വരച്ചു. കഴിഞ്ഞ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ 3 ഇൻഇക്വാളിറ്റി ഉണ്ട്. ആ 3 ഇൻഇക്വാളിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ കണ്ടുപിടിക്കണം. അപ്പൊ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നമുക്ക് കോമൺ ആയിട്ടുള്ളതാണ് സൊല്യൂഷൻ. അതിലേക്ക് ഞാൻ വരാം. തൽക്കാലം നിങ്ങൾ ഓരോന്നിന്റെയും റീജിയൻ ആരോ മാർക്ക് ഉപയോഗിച്ച് സൂചിപ്പിച്ച് വെച്ചാൽ മതി. പിന്നീട് നമുക്ക് ഷെയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തെ വരയ്ക്കാം. രണ്ടാമത്തെ ലൈൻ വരയ്ക്കണം. രണ്ടാമത്തത് x = 1 ആണ്. x = 1 എങ്ങനെ വരയ്ക്കും? x = 1 അനന്തു രാജേഷ്, x = 1 എങ്ങനെ വരും? x-ന്റെ 1 ഇവിടെ y ആക്സിസിന് പാരലൽ ആയിട്ട് വരും. x-ലെ 1-ൽ കൂടി y ആക്സിന് പാരലൽ ആയിട്ട്. ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണോ ഡോട്ടഡ് ലൈൻ വരയ്ക്കണോ? സ്ട്രൈറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ ഈക്വൽ ടു ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് ഇങ്ങനെ വരും. പാരലൽ ടു y ആക്സിസ് 1-ൽ കൂടി കടന്നു പോകും കേട്ടോ. ഇങ്ങനെ ഒരു ലൈൻ വരും. x = 1. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം. ഇനി എനിക്കറിയേണ്ടത് ഈ ലൈനിന്റെ എങ്ങോട്ടാണ് സൊല്യൂഷൻ എന്ന് അറിയണം. നമ്മുടെ ഇൻഇക്വാളിറ്റി x > 1 എന്നാണ് കേട്ടോ. x > 1. അപ്പൊ അനന്തുവേ, ഇപ്പൊ ഈ വരച്ചേക്കുന്ന ലൈനിന്റെ വലതുവശത്തേക്കാണോ സൊല്യൂഷൻ അതോ ഇടതുവശത്തേക്കാണോ സൊല്യൂഷൻ? വലതുവശത്തേക്ക്. x > 1 എന്നല്ലേ പറയണേ. വലതുവശത്തേക്ക് പോകുമ്പോഴാണ് x കൂടുന്നത് കേട്ടോ. വലതുവശത്തേക്ക് പോകുമ്പോഴാണ് x കൂടുന്നത്. ഇടതുവശത്തേക്ക് പോകുമ്പോൾ x കുറയും. മുകളിലേക്ക് പോകുമ്പോൾ y കൂടും, താഴത്തേക്ക് പോകുമ്പോൾ y കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വലതുവശത്തേക്കാണ്. ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ലൈനിന്റെ വലതുവശത്തേക്കാണ്. അപ്പൊ ഈ ലൈനിന്റെ വലതുവശത്തേക്കാണെന്ന് റീജിയൻ എന്ന് അറിയാൻ വേണ്ടി ഈ വരച്ച രണ്ടാമത്തെ ലൈനിന്റെ വലതുവശത്തേക്ക് കുറച്ച് ആരോ മാർക്കുകൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം വരച്ച ലൈനിന്റെ താഴത്തേക്കാണ്. രണ്ടാമത് വരച്ച ലൈനിന്റെ വലതുവശത്തേക്കാണ്. അപ്പൊ നമ്മൾ 2 ലൈനും വരച്ചു. 2 ലൈനിന്റെയും റീജിയൻ മാർക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ ലൈൻ വരയ്ക്കാം. ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്റെ റീജിയൻ മാർക്ക് ചെയ്തോളാം കേട്ടോ. മൂന്നാമത്തെ ലൈൻ എന്താന്ന് പറഞ്ഞേ? മൂന്നാമത്തെ ലൈൻ y = 2 ആണ്. ഈ y = 2 എങ്ങനെ വരയ്ക്കും? y = 2 ഭീമ ബഷീറെ, y = 2 y-ലെ 2 വരയ്ക്കും. y-ലെ 2-ല് x ആക്സിസിന് പാരലൽ ആയിട്ട്. x ആക്സിന് പാരലൽ ആയിട്ട് ഡോട്ടഡ് വരയ്ക്കണോ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണോ? ഓരോന്നും നോക്കിക്കൊള്ളണം കേട്ടോ. ഒരു ഗ്രാഫിൽ തന്നെ ചിലത് ഡോട്ടഡും ചിലത് സ്ട്രെയിറ്റ് ലൈനും വരും കേട്ടോ. ഓരോന്നിലും നമ്മൾ നോക്കിയിട്ടേ വരയ്ക്കാമുള്ളൂ. എങ്ങനെ വേണം ഇവിടെ? സ്ട്രെയിറ്റ് ലൈൻ. ശരി, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കേട്ടോ. ഇനി ഈ ലൈനിന്റെ മുകളിലേക്കാണോ താഴത്തേക്കാണോ? y > or = 2 എന്നാ തന്നേക്കണത്. y > or 2. ഭീമ എങ്ങോട്ട് വേണം ഭീമ? y > or 2 എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണോ റീജിയൻ താഴത്തേക്കാണോ റീജിയൻ? മുകളിലോട്ട് കേട്ടോ. y വലുതാകുന്നത് എപ്പോഴും മുകളിലേക്കാണ്. അപ്പോൾ ആ ലൈനിനകത്ത് മുകളിലേക്ക് ആരോ മാർക്ക് കൊടുത്തു. കുറച്ചധികം കൊടുത്തോട്ടോ, എന്നാലേ നമുക്ക് എല്ലാം കൂടെ നോക്കി പിന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
അപ്പൊ 3 ലൈനും വരച്ചു കേട്ടോ. 3 ലൈനും വരച്ചു, 3ന്റെയും ആരോ മാർക്കും ഉപയോഗിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ കാണിച്ചൊന്നുമില്ലായിരുന്നു ഇക്വാളിറ്റിക്കകത്ത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ഇക്വേഷനും കറക്റ്റ് ആവണ്ടേ? 2 ഇക്വേഷനും കറക്റ്റ്. നമ്മൾ 2 ഇക്വേഷൻ എടുത്താൽ 2 ഇക്വേഷനും കറക്റ്റ് ആവണം സൊല്യൂഷൻ ആവണമെങ്കിൽ. 3 ഇക്വേഷൻ എടുത്താൽ 3 ഇക്വേഷനും കറക്റ്റ് ആവണം സൊല്യൂഷൻ ആവണമെങ്കിൽ. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ പിള്ളേരെ, നമ്മൾ ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന 3 നിങ്ങളുടെയും കോമൺ ആയിട്ട് വരുന്ന ഭാഗം അതായിരിക്കും അതിന്റെ സൊല്യൂഷൻ. ഇപ്പോൾ വരച്ചിരിക്കുന്ന 3 നിങ്ങളുടെ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ആണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തേ, ഞാൻ ഏതാന്ന് മാർക്ക് ചെയ്യണില്ല കേട്ടോ, ഞാൻ മാർക്ക് ചെയ്യണില്ല. നിങ്ങൾ ഇത് വരച്ചിട്ട് കോമൺ ആണെന്ന് തോന്നുന്നത് നിങ്ങൾ പെൻസിലും കൊണ്ട് പയ്യെ ഒന്ന് ഷെയ്ഡ് ചെയ്തങ്ങ് വെച്ച് നോക്കട്ടെ. വരച്ചോളുക. കോമൺ ആണെന്ന് തോന്നുന്ന ഭാഗം പെൻസിലും കൊണ്ട് പയ്യെ ഒന്ന് ഷെയ്ഡ് ചെയ്തോളുക. അതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളുക കേട്ടോ. ഇത്രോ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ഞാൻ പറയുന്നില്ല ഏതാണ് സൊല്യൂഷൻ എന്ന്, നിങ്ങൾ തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കുക. ഈ വരച്ചിരിക്കുന്ന 3 ലൈനിനും കോമൺ ആയിട്ട് വരണം, 3 ലൈനിനും ശരിയായിരിക്കണം. അങ്ങനെ വരുന്ന റീജിയൻ ആണ് അതിന്റെ സൊല്യൂഷൻ. നിങ്ങൾ കൃത്യമായിട്ട് സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുക. വരച്ചതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളുക. റീജിയൻ നിങ്ങൾ തന്നെ മാർക്ക് ചെയ്യുക. കാലത്ത് നമ്മൾ ഓരോ ലൈൻ ഓരോ ഗ്രാഫിലൂടെ വരച്ചു എന്നുള്ളൂ. ഇവിടെ ഒരു ഗ്രാഫിൽ തന്നെ ഒന്നിലധികം സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം ഇൻഇക്വാളിറ്റി വരയ്ക്കുന്നു. എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ട് വരുന്നതായിരിക്കും. വരച്ചു കഴിഞ്ഞു അനന്തോപ്യമേ? നീ ഷെയ്ഡ് ചെയ്തോ? കാണിച്ചോ നോക്കട്ടെ. നടുക്കത്തെ ട്രയാങ്കിൾ ആയിട്ട് ഞാൻ എടുക്കാം ഷെയ്ഡ്. നോക്കട്ടെ. ഷെയ്ഡ് ചെയ്തേക്കണ എനിക്ക് കാണാൻ പറ്റണല്ലോ കേട്ടോ. ഞാൻ കൊണ്ട് പതുക്കെ ചെയ്തേക്കണേ. പതുക്കെ ചെയ്തേക്കണത്? ശരി ശരി ശരി, നോക്കാം. ഒത്തിരി കറപ്പിക്കണ്ട കേട്ടോ, പയ്യെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ശരിയാന്ന് ഉറപ്പ് വരുത്തിയിട്ട് കറക്റ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാം കേട്ടോ അൽഫാസേ. കിട്ടിയ പിള്ളേരെ എല്ലാരും മാർക്ക് ചെയ്തോ? ശരി. ഏതാ ഹന്നയുടെ സൊല്യൂഷൻ? അന്ന കേൾക്കാൻ പാടില്ല, ഓണായില്ല, മൈക്ക് ഓണായില്ല. സാർ ആ 3 ലൈനിനും കോമൺ ആയിട്ടുള്ള സ്പേസ് ആ ചെറിയ ട്രയാങ്കിൾ കിട്ടിയത്. ചെറിയ ട്രയാങ്കിൾ വരും. ശരി, ചെറിയ ട്രയാങ്കിൾ ഞാൻ ഷെയ്ഡ് ചെയ്യാം. എന്നിട്ട് അതാണോ എന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഇതാണോ ഹന്ന? ഇത്ര ഈ ആൻസർ ഉള്ളവരൊന്ന് കൈവയ്ക്ക്. ശരി ശരി, എല്ലാവരുടെ കൈയുണ്ട്. കൈ താത്തിക്കോ. അതാണ് കേട്ടോ ആൻസർ, അതാണ് ആൻസർ, അതാണ്.
ഇപ്പൊ മെത്തേഡ് പിടിയിട്ടില്ലോ? എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? ശരി, എക്സസൈസ് എടുത്തോളൂ കേട്ടോ. നമ്മുടെ ലാസ്റ്റ് എക്സസൈസ് 6.3. എക്സസൈസ് 6.3-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ തന്നത്. ഫസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ തേർഡിലേക്ക് പൊക്കോളുക. സെക്കൻഡ് ചെയ്യരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കുക. എക്സസൈസ് 6.3-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ചെയ്തു പോകാവുന്നേ ഉള്ളൂ കേട്ടോ. 6.3-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തേ. അത് വളരെ എളുപ്പമല്ലോ. ഒന്ന്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. പോയിന്റ് ഒന്നും വേണ്ട. ആദ്യം എന്ത് എഴുതണം? ഇക്വാളിറ്റി എഴുതണം കേട്ടോ. എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 2. ഇക്വാളിറ്റി എഴുതണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് വരയ്ക്കാം. ക്വാളിറ്റി എഴുതി. ആദ്യത്തെ എങ്ങനെ വരയ്ക്കും ഞാൻ ഇർഷാദെ? എക്സ് ഈക്വൽ ടു 3 എങ്ങനെ വരയ്ക്കും? 3 എക്സിലത്തെ 3 വൈയുടെ പാരലായിട്ട്. ശരി, എക്സിലെ 3-ലെ വൈക്ക് പാരലായിട്ട്. എക്സിലെ 3-ലെ വൈക്ക് പാരലായിട്ട്. അത് ഡോട്ടഡ് ലൈൻ വേണോ സ്ട്രേറ്റ് ലൈൻ വേണോ? സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈൻ. ഇനി റീജിയൻ ഏതാ നിങ്ങളുടെയും പറഞ്ഞത് ഇർഷാദെ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ്. അപ്പൊ ഞാൻ വലത്തേക്ക് ഷെയ്ഡ് ചെയ്യണോ ഇടത്തേക്ക് ഷെയ്ഡ് ചെയ്യണോ? അരമാർക്ക് കൊടുത്ത കേട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. മേലിലോട്ടല്ലേ? ഇവിടെ മേളിലോട്ടൊന്നൊരു സാധനമല്ലേ ഇതിന്റെ? ഇങ്ങനെ ഈ വരച്ചേക്കണ ലൈനിന്റെ രണ്ട് സൈഡല്ലേ ഉള്ളൂ. റൈറ്റ് സൈഡിലായിട്ട്. റൈറ്റിലേക്കാ. എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് 3-നേക്കാൾ വലുതാവണം. റൈറ്റിലേക്ക് പോകുമ്പോഴല്ലോ, ഇങ്ങോട്ട് പോകുമ്പോഴല്ലേ 4 ഉം 5 ഒക്കെ വന്നത്. അപ്പൊ റൈറ്റിലേക്ക് ആരോ മാർക്ക് കൊടുത്തു വെച്ചേരും കേട്ടോ. റൈറ്റിലേക്ക് കുറച്ച് ആരോ മാർക്ക് കൊടുത്തു വെച്ചേരെ. അടുത്തത് y ഈക്വൽ ടു 2 ആണ്. y ഈക്വൽ ടു 2 എങ്ങനെ വരയ്ക്കും ഗ്രേസേ? എക്സിന്റെ ആക്സിസിന് പാരലായിട്ട്. എക്സ് ആക്സിന് പാരലായിട്ട് ഇതിൽ കൂടെ വരയ്ക്കണം. വൈ ആക്സിസിന്റെ 2 കൂടെ. ആക്സ് 2-ലൂടെ. ഡോട്ടർ ലൈൻ വേണോ സ്ട്രേറ്റ് ലൈൻ വേണോ? സ്ട്രേറ്റ് ലൈൻ. റീജിയനോടെ പറഞ്ഞേ. ഞാൻ എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? മുകളിലേക്ക്. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് കേട്ടോ. ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത്. നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ചെയ്ത് ആരാണ് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത്? ആരോണേ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഷെയ്ഡ് ചെയ്തോ? ഏതാ ഭാഗം? ഓക്കെ. ഇച്ചൂടെ ആദ്യം പിടിച്ചോ. ഓക്കെ ശരി. അല്പം താത്തിക്കാമേ. ഓക്കേടാ. ഓക്കെ ശരി. ഞാൻ ഷെയ്ഡ് ചെയ്യാം കേട്ടോ. ഇതാണോ നോക്കിയേരെ. ഞാൻ ഷെയ്ഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ആൻസർ ഇതാണോ എന്ന് ചെക്ക് ചെയ്തേക്കുക. ആദ്യത്തെ ലൈൻ്റെ റൈറ്റ് സൈഡിലേക്ക്, രണ്ടാമത്തെ ലൈൻ്റെ മുകളിലേക്ക്. ആണോ? ആരോണെ മ്യൂട്ട് ചെയ്യാം. ഇതാണല്ലോ ഒരു ആൻസർ.
ആണോ? ശരി, അടുത്തായിട്ട് 3 ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യുക. 2 ഞാൻ തന്നാണ് കേട്ടോ. 2 ആണ് നമ്മൾ ആദ്യം ചെയ്തത്. അടുത്ത 3 ചെയ്തേ. അവിടെയും 2 ഇൻഇക്വാളിറ്റി ആണുള്ളത് 3-ക്കകത്ത്. 2x plus y greater than or equal to 6. 3x plus 4y less than or equal to 12. പറഞ്ഞ തോമസേ, എന്ത് ചെയ്യാ ഇത് സ്റ്റെപ്പ്? 2x plus y is equal to 6. ശരി, അടുത്തതോ എഴുതിയേക്കാം. 3x plus 4y equal to 12. ഇനി രണ്ടിന്റെയും പോയിന്റ് കണ്ടുപിടിക്കും. ഇവിടെ രണ്ടിലും പോയിന്റ് കണ്ടുപിടിച്ച് വരയ്ക്കണം. x-ൽ 0 കൊടുക്കുമ്പോൾ y-ൽ 6. x-ന് 0 കൊടുത്താൽ y 6 വരും. അടുത്തതാ y-ൽ 0 ഇടുമ്പോൾ x-ൽ 3 ആണ്. y-ൽ 0 കൊടുത്താൽ x-ൽ 3 വരും. ശരി, അടുത്ത കൊണ്ടും പറഞ്ഞോനെ. x-ൽ 0 ഇടുമ്പോൾ y-ൽ 3 ആണ്. y-ൽ 0 ഇടുമ്പോൾ x-ൽ 4. 4. ശരി, റൂട്ട് ചെയ്യുക കേട്ടോ. രണ്ടും വരയ്ക്കുക. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ രണ്ടിലും സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. ഡോട്ടഡ് ലൈൻ അല്ല, സ്ട്രെയിറ്റ് ലൈൻ വരും. നമുക്ക് 6 വരെ വേണം കേട്ടോ. 6 വരെയൊക്കെ വേണം. രണ്ടിലും വേണ്ടത് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക. One, 2, 3, 4, 5, 6. X 1, 2, 3, 4, 5. ആദ്യത്തത് 06. 06 എവിടെ വരും? 06 ആദിൽ മുജീബേ, 06 എവിടെ വരുന്നേ? പറയടാ. വൈയിലെ 6-ല്. 30യോ? x-ന് 3-ല്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കേട്ടോ. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ട് റീജിയൻ കണ്ടുപിടിക്കണം. റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോന്നിന്റെ അതിന്റെ താഴെ കണ്ടുപിടിച്ചായിട്ടോ, കൂടുതലൊന്നും പോണ്ട. ഓരോന്നിന്റെയും അതിന്റെ താഴെ തന്നെ കണ്ടുപിടിക്കാം. Put 0, 0 in 2x plus y greater than or equal to 6. 0 plus 0 greater than or equal to 6. 0 greater than or equal to 6. True or false? True ആണോ false ആണോ വരുന്നത്? സുജീറേ, കേട്ടില്ല നമ്മളെ? ഫാൾസ്. അപ്പൊ ഞാൻ എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? ആരോ മാർക്ക് എങ്ങോട്ട് കൊടുക്കണം? മേളിലേക്ക് കുറച്ച് ആരോ മാർക്ക് കൊടുത്തു വെച്ചേക്കുക കേട്ടോ. ഷെയ്ഡ് ചെയ്യരുത്. ഒറ്റ ലൈൻ ഉള്ളെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഷെയ്ഡ് ചെയ്യാൻ തീർന്നു. ഒന്നിലധികം ഉണ്ടെങ്കിൽ ആരോ മാർക്ക് കൊടുക്കുക. കോമൺ ആയിട്ടുള്ളതാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ലൈൻ വരയ്ക്കാനായിട്ട് 0, 3, 4, 0.
ഇതിന്റെ റീജിയൻ എങ്ങോട്ട് വരും സംഷാദെ? എങ്ങനെ കണ്ടുപിടിക്കും സംഷാദെ? 0 എടുത്ത് കണ്ടുപിടിക്കണം. താഴത്തെ 0 0. ആ എവിടെ കൊടുക്കും? 3x plus 4y lesser than equal to 12. ശരി. Lesser than equal to 12. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. 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 അപ്പൊ എങ്ങോട്ട് വരും? ഇപ്പൊ രണ്ടാമത് വരച്ച ലൈനിന്റെ താഴത്തേക്ക്. ഓക്കെ, രണ്ടാമത് ലൈൻ വരച്ച ലൈനിന്റെ താഴത്തേക്കാണ്. ആദ്യം വരച്ച ലൈനിന്റെ മുകളിലേക്കായിരുന്നു, രണ്ടാമത് ലൈനിന്റെ താഴത്തേക്കായിരുന്നു. രണ്ടിനും കൂടെയും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. രണ്ടിനും കൂടെയും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കൃഷ്ണന്റെ ചെയ്തോടാ. ഷെയ്ഡ് ചെയ്തോ? പെട്ടെന്നാവട്ടെ. കോമൺ ആയിട്ട് വരുന്ന ഏതാന്ന് നോക്കി. ഏത് വരും ആനന്ദേ? ആ റൈറ്റ് സൈഡിൽ താഴെയുള്ള ഒരു കോൺ പോലെ ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. റൈറ്റ് സൈഡിൽ താഴെ? ആ ഏറ്റവും റൈറ്റില് താഴെ. ഏറ്റവും റൈറ്റില് ഇതാടാ. ഞാൻ ഷെയ്ഡ് ചെയ്തേക്കണോ? അതിന്റെ താഴത്തേക്ക് വരില്ലേ? താഴത്തേക്കുണ്ട്. നീ പറഞ്ഞ ഞാൻ ചെയ്യും കേട്ടോ. അതിന്റെ താഴത്തേക്കുണ്ട്. ഇതുണ്ടോ? ഇപ്പൊ ഞാൻ ഷെയ്ഡ് ചെയ്തേക്കണ ഭാഗം ഉണ്ടോ? അതും കൂടും. അതുണ്ട്. ശരി, താഴത്തേക്കുണ്ട്. താഴത്തേക്കുണ്ടോ? അത് ക്ലോസ് ആവണോ താഴത്തേക്ക് വരാൻ? അല്ല, അതും ആ പോർഷനിലുള്ളതല്ലേ? അല്ല, ക്ലോസ് ആവണമെന്നില്ലല്ലോ. അതും ആ പോർഷനിലുള്ളതല്ലേ രണ്ടെണ്ണത്തിന്റെ? ക്ലോസ്ഡ് റീജിയൻ വേണമെന്നൊന്നുമില്ല. നമ്മൾ നേരത്തെ ഇതിൽ ക്ലോസ്ഡ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതുണ്ട്. ക്ലോസ്ഡ് ഒന്നും വേണമെന്നില്ല കേട്ടോ. റീജിയൻ ക്ലോസ്ഡ് ഓപ്പണോ എങ്ങനെ വേണമെങ്കിലും ആവാം. ക്ലോസ്ഡ് ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാണ് നിന്റെ അഭിപ്രായം? ശരി ശരി, നോക്കാം നമുക്ക്. ബാക്കിയുള്ളവർക്ക് ആൻസർ തന്നെ നോക്കട്ടെ. ഇതാണോ മക്കളെ? ഇതാണ് അഭിപ്രായമുള്ളവരുന്ന് കൈവയ്ക്ക്. ശരി ശരി, കൊള്ളാം. ശരി, ഇർഷാദെ നിന്റെ കൈ ഞാൻ കണ്ടില്ല കേട്ടോ. ഇർഷാദെ തെറ്റി പോയിട്ട് വരയ്ക്കുമായിരുന്നു. ശരി ശരി, കറക്റ്റ് കേട്ടോ. കറക്റ്റ്. ഇതാണ് ആൻസർ. ഇതാണ് ആൻസർ. 1 2 3 4 ചെയ്തോ. 4 വേണമെങ്കിൽ എന്നാ ശരി, 4 ചെയ്തോ. നമുക്ക് 5 ഒഴിവാക്കാം. ഫോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. 4 ചെയ്തോളൂ കേട്ടോ. Question number 4. X plus y greater than 4. 2x minus y greater than 0. X plus y greater than 4. 2x minus y greater than 0. ആദ്യം ഇക്വാളിറ്റി ആക്കണം. X plus y equal to 4.
equal to 4 million. എന്നാ Greater than or equal to 4 million. എന്റെ കയ്യിൽ ഗ്രേറ്റർ ദാൻ ഉള്ളിലൂടാ. എന്റെ കയ്യിൽ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സർ. ആണോ? ഗ്രേറ്റർ ദാൻ ഉള്ളവരാരും ഇല്ലേ? എന്റെ കൂടെ ഉള്ള ആരുമില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എല്ലാവരുടെയും? അങ്ങനെ ഞാൻ മാറ്റാം. ആണ് 0 ലെസ് ദാനാ സർ. 0 ലെസ് ദാനാ. 2x less than 0. 2x minus y less than 0 ആണോ? എന്റെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാട്ടോ. എനിക്ക് എഴുതിയത് തെറ്റിപ്പോയതല്ല. എന്റെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ വേറെ ആണെങ്കിൽ ഞാൻ മാറ്റാം. എല്ലാവരുടെയും എങ്ങനെയാണോ? നമുക്ക് മാറ്റാം. ആണ് ശരി. എല്ലാവരുടെയും അങ്ങനെയാണെങ്കിൽ ഞാൻ മാറ്റാം കേട്ടോ. ഒന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞാട്ടെ ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. രണ്ടാമത്തത് 2x minus y less than 0. 2x minus y less than 0. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. ശരി ശരി ആയിക്കോട്ടെ, നമുക്ക് എന്നാൽ ഇത് വരയ്ക്കാം. ഓക്കെ, ആദ്യം ഇക്വാളിറ്റി എടുക്കുക കേട്ടോ. ഇക്വാളിറ്റി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4. 2x minus y ഈക്വൽ ടു 0. ഇക്വാളിറ്റി ആക്കി നമുക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കണം. ആദ്യത്തെ ലൈനിലെ പോയിന്റ്സ് ഒന്ന് പറഞ്ഞു തന്നെ ഐഷ. ആ 0 ആ y 4 ഓക്കെ4 y 0. ശരി. 0 4 4 0. രണ്ടാമത്തെ ലൈനിലെ ഐഷ എക്സ് 0. എക്സിന് 0 കൊടുത്താൽ എന്ത് വരും നോക്കാം. എക്സിന് 0 കൊടുത്താൽ സൈഡ് ചെയ്ത് നോക്കോ. സംശയം ഉണ്ടെങ്കിൽ എക്സിന് 0 എന്ന് കൊടുത്താൽ 0 മൈനസ് വൈ ഈക്വൽ ടു 0. വൈ എന്ത് കിട്ടും? 0 ആണ്. ആ 0 മൈനസ് വൈ 0 എന്നായില്ലേ? മൈനസ് വൈ 0 വൈ ഈക്വൽ ടു 0. എക്സിന് 0 കൊടുത്താൽ വൈ 0 ആണ്. അടുത്ത പോയിന്റ് കേട്ടില്ല ഐഷ? ഐഷയുടെ സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ. സൗണ്ട് ക്ലിയർ അല്ല, മ്യൂട്ട് ചെയ്തേ. എക്സിന് 0 കൊടുത്ത് വൈക്ക് 0 കിട്ടി. സന ബാക്കി കംപ്ലീറ്റ് ചെയ്തേ. സന അടുത്ത പോയിന്റ് എന്താണ്? വൈക്ക് 0 കൊടുത്ത എക്സിനും 0 അല്ലേ? വൈക്ക് 0 കൊടുത്താൽ എക്സിന് 0. വൈക്ക് 0 കൊടുത്താൽ എക്സിന് 0. ഓക്കെ, പക്ഷെ അത് ഞാൻ എഴുതില്ല കേട്ടോ. അത് ഞാൻ എഴുതില്ല. എന്തുകൊണ്ട്? ഐഷയുടെ ഉത്തരം അത് തന്നെയാണെന്ന് എന്റെ വിശ്വാസം. ഐഷ പറഞ്ഞ ആൻസറും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം ഇതാണ് കേട്ടോ. ഞാൻ ഈ ഉത്തരം പ്രതീക്ഷിച്ചാണ് ചോദിച്ചതും. എനിക്കറിയാൻ വരുന്നു അതേ വരുള്ളൂ എന്നുള്ളത്. കുഴപ്പമില്ല, ശരിയായിക്കോളും. സന, എന്തുകൊണ്ടാണ് ഞാൻ അത് എഴുതില്ല എന്ന് പറഞ്ഞേ? അതിന് ലൈൻ വരയ്ക്കാൻ പറ്റില്ലല്ലോ. ലൈനൊക്കെ ഞാൻ വരയ്ക്കും. അറിയില്ല സർ. സന പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഞാൻ എഴുതൂല. സന പറഞ്ഞ പോയിന്റ് ശരിയാണ്, പക്ഷെ ഞാൻ അത് എഴുതൂല. അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതല്ലേ ആദ്യം എഴുതിയേക്കണ പോയിന്റ്? രണ്ടും ഒന്നല്ലേ? ആദ്യം എഴുതിയേക്കണതും 0 0 തന്നെയല്ലേ? എക്സ് 0 ആയപ്പോൾ വൈ 0, എക്സ് 0 ആയപ്പോൾ വൈ 0. ഇനി വൈക്ക് 0 എന്ന് പറഞ്ഞാൽ എക്സ് 0. രണ്ടും ഒരു പോയിന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് കിട്ടണ്ടേ? ലൈൻ വരയ്ക്കണമെങ്കിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് കിട്ടണം. അപ്പോൾ എക്സും വൈയും 0 ആയി കഴിഞ്ഞാൽ 0 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാറ്റി കൊടുക്കുക കേട്ടോ.
എക്സ് സീറോ, എക്സും വൈയും 0 0 എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ 0 0 എന്ന് എടുത്തിട്ട് കാര്യമില്ല. രണ്ടും 0 0 ആയി കഴിഞ്ഞാൽ രണ്ടും സെയിം പോയിന്റ് ആണ്, നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ വേറെ ഏതെങ്കിലും വാല്യൂ മാറ്റി കൊടുക്കുക, വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാമിന, വേറെ ഏതെങ്കിലും ഒരു പോയിന്റ്. 1 2. എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുത്താൽ 2 × 1 2. എക്സിന് 1 കൊടുത്താൽ 2 - y = 0 എന്നാവും. ഈ y അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 = y എന്നാവും. y = 2 എന്ന് കിട്ടി. 1 2 1 2 വേറൊരു പോയിന്റ് കിട്ടി. ഈ രണ്ട് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ശരിയല്ലേ? വ്യത്യാസം മനസ്സിലായ പിള്ളേർ നിങ്ങൾക്ക്? എക്സിന് 0 കൊടുത്തപ്പോ y 0, yക്ക് 0 കൊടുത്താൽ x 0, രണ്ടും ഒന്നാന്നേ. ഒന്നും ആയിട്ട് കിടന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ വേറെ ഏതെങ്കിലും വാല്യൂ കൊടുത്തുള്ളുക, വേറെ ഏതെങ്കിലും ആ ഇക്വേഷനകത്തുള്ള പോയിന്റ് കിട്ടിയാൽ മതി. ഗ്രാഫ് വരയ്ക്കാം. One, 2, 3, 4. 1, 2, 3, 4. ആദ്യത്തെ 0 4 4 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, സ്ട്രെയിറ്റ് ലൈൻ വരും. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ എങ്ങോട്ടായിരിക്കും? 0 0 കൊടുത്ത് നോക്കാം കേട്ടോ. Put 0 0 in x plus y greater than or equal to 4. 0 plus 0 greater than or equal to 4. 0 greater than or equal to 4. True or false? Angela? False. False. അപ്പൊ എങ്ങോട്ട് വരും റീജിയൻ? മുകളിലേക്ക് വരും കേട്ടോ. റീജിയൻ മുകളിലേക്ക് വരും. മുകളിലേക്ക് ആരോ മാർക്കുകൾ കൊടുത്തു വെച്ചുകൊടുക്കണം. അടുത്തത് 0 0 1 2 0 0 ഒറിജിൻ 1 2 x1 y2 x1 y2 ഇവിടെ വരും. അത് തമ്മിൽ ജോയിൻ ചെയ്യണം. അത് തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യും? സ്ട്രെയിറ്റ് ലൈൻ വേണോ ഡോട്ടഡ് ലൈൻ വേണോ? എന്താ എലിസബത്തെ, എങ്ങനെ ജോയിൻ ചെയ്യും? ഡോട്ടഡ് ലൈൻ. ഡോട്ടഡ് ലൈൻ, ഡോട്ടഡ് ലൈൻ. ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അതിന്റെ റീജിയൻ നാളെ കാലത്ത് പറയാം കേട്ടോ. അതിന്റെ റീജിയൻ നാളെ കാലത്ത് പറഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 8 മണി വരെ നിങ്ങളോട് പറഞ്ഞേക്കണേ, മെസ്സേജ് പറഞ്ഞേക്കണേ. എങ്ങനെയാ? 8 സമയം? ആണോ അമിന? ഇല്ല, ശരി. എനിക്ക് തന്നിരിക്കുന്ന സമയം അങ്ങനെയാണ് കേട്ടോ. നാളെ പറയാം, നാളെ കംപ്ലീറ്റ് ചെയ്യാം. നാളെ കാലത്തെ 6:30 നമുക്ക്. നാളെ കാലത്തെ 6:30 തൊട്ട് 6:30 7:30 8:15 വരെ കേട്ടോ. 6:30 to 8:15 6:30 to 8:15 നാളെ കാലത്ത് കേട്ടോ. ഓക്കെ, നാളെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു സാർ. 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 ഓക്കെ, താങ്ക് യു സാർ. സർ ഓക്കെ. സാർ വൈകുന്നേരം എടുക്കുന്ന ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ യൂട്യൂബില്? ഉണ്ടാവുമല്ലോ. ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. 2 ദിവസത്തെ ക്ലാസ് കേറാൻ പറ്റിയില്ലായിരുന്നു എനിക്കപ്പോ കിട്ടിയില്ല. ഞാൻ കുറെ തപ്പിയായിരുന്നു. ഓഫീസിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോ കേട്ടോ. വൈകുന്നേരത്തെ ക്ലാസ്സുകൾ ഒന്നും ഉണ്ടായില്ല. അത് ഓഫീസ് നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ മോളെ. അതെ, ഓഫീസിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യണത്. ഓഫീസ് നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കണേ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ.